ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. കുറേ ദിവസമായി റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട്, മെയിൻ കാരണം തണുപ്പ് തന്നെ. അപ്പോൾ ഖത്തറിലുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പക്ഷേ എങ്കിലുണ്ടല്ലോ നമുക്ക് കുറേ ദിവസം ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ മടുപ്പാവും. നാട്ടിലെ പോലെ അല്ലല്ലോ. നാട്ടിലാണെങ്കിൽ നമ്മൾ ജനൽ തുറന്നിടും, ഡോറൊക്കെ തുറന്നിടും, വേറൊരു ഫീലല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് കുറേ ദിവസം ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ മുറ്റത്തെല്ലാം ഇറങ്ങാൻ പറ്റും. എന്നാലും എവിടെയും പോയില്ലെങ്കിൽ ഒരു തരം അസ്വസ്ഥത ആയിക്കൊണ്ടാവും. അങ്ങനെ ജസ്റ്റ് പുറത്ത് എവിടെയെങ്കിലും പോവാം. അപ്പം പാർക്കിൽ അങ്ങനെ എന്തായാലും പോകാൻ പറ്റില്ല. അങ്ങനെ മാളിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ദോഹ മാൾ ഓപ്പൺ ആയിട്ടുണ്ടല്ലേ, അപ്പോൾ അടുത്തേക്ക് പോയിട്ടുണ്ടായിട്ടാ. അങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ അത് ന്യൂലി ഓപ്പൺ ആക്കിയ മാളായതുകൊണ്ട് തന്നെ അവിടെ കുറേ ഔട്ട്ലെറ്റ്സ് ഒന്നും ഇങ്ങനെ സ്റ്റാർട്ടായിട്ടില്ല. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം കുറച്ച് ഔട്ട്ലെറ്റ്സ് ഉണ്ടായിന്. പിന്നെ ലുലു ഉണ്ടായിന്. പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ കാണാൻ വേണ്ടിയിട്ട് പോയാൽ. അപ്പം മെയിനായിട്ട് പോയതിൽ ബെനിഫിറ്റ് ആയത് ഡേഷ്യാക്ക്. എന്തല്ലെങ്കിൽ നമ്മൾ വേറെ മാളിൽ പോയെങ്കിലും പ്ലേ ഏരിയ ഉണ്ടാവുമല്ലോ, കിഡ്സ് പ്ലേ ഏരിയ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിട്ടാ. ഓക്ക് പിന്നെ എന്താ പറയുക, അവിടെ നമുക്ക് ലിമിറ്റഡ് ടൈമല്ലേ പ്ലേ ടൈം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടാ. എൻട്രൻസ് ഫീ പേ ചെയ്തപ്പോൾ അവർ നല്ലപോലെ കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ആരും ഉണ്ടായിട്ടാ, 1-2 പിള്ളേർ മാത്രമേ ഉണ്ടായിന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നടക്കുന്നുണ്ടായിന്. ഏതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്, എന്തെല്ലാം ഉണ്ട് നോക്കുമ്പോൾ സംഭവം ഗ്രൗണ്ട് ഫ്ലോർ മാത്രം അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഒന്നും ഓപ്പൺ ആയിട്ട് കണ്ടിട്ടാ. പിന്നെ ഞങ്ങൾ പോയിട്ടുമില്ല, മുകളിലെല്ലാം ഇങ്ങനെ ക്ലോസ്ഡ് കാണുന്നുള്ളതുകൊണ്ട്. എന്നിട്ട് പിന്നെ അവിടെ തന്നെ കുറച്ച് നേരമെല്ലാം നടക്കുമ്പോൾ കുറച്ചങ്ങോട്ട് നല്ല ഇങ്ങനെ മ്യൂസിക്കും എന്തോ ഇങ്ങനെ ബലൂൺസ് എല്ലാം ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കുമ്പോൾ അവിടെ എന്തോ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് കിഡ്സിനുള്ളൊരു സെക്ഷൻ അവിടെ എന്തോ ആക്ടിവിറ്റി നടക്കുന്നുണ്ടായിന്. പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ അത് ഫ്രീ ആണ്, നമ്മൾ പേ ഒന്നും ചെയ്യണ്ട. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഏതോ ഇവൻറ്റിൻ്റെ ഇങ്ങനെ പ്രൊമോഷൻസ് എല്ലാം ചെയ്യുമല്ലോ, അപ്പം അങ്ങനെയാണെന്തോന്ന് വിചാരിച്ചു. പിന്നെ അറിഞ്ഞത് അത് അവിടെ മാളിൽ ലൈക്ക് വീക്ക്ലി ട്വൈസാ അങ്ങനെ എന്തോ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ വീക്കിലും ഉണ്ട്. ഇപ്പം ഉണ്ടോ ഇല്ലേ നിങ്ങൾക്ക് സ്റ്റോപ്പായോന്ന് അറിയില്ല, ഓരോ ഇൻസ്റ്റാ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയും. അപ്പം അങ്ങനെ പിന്നെ അവിടെ സംഭവമൊന്നുമില്ല. കിഡ്സിന് നല്ലപോലെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് സ്ലൈമിൽ കുറേ ആക്ടിവിറ്റീസ്, പിന്നെ പെയിൻറ്റിങ്, കളറിങ്, പിന്നെ എന്താ പറയുക ഫേസ് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നിഷ അവിടെ ഇങ്ങനെ എന്തെല്ലോ കളിച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്ത്. എന്നിട്ടും പിന്നെ ഓക്ക് മതിയാനൊന്നും കാണുന്നില്ല. പിന്നെ പിള്ളേർക്ക് അങ്ങനെയല്ലേ, കളിക്കുന്നത് കിട്ടിയെങ്കിൽ എത്ര ആയാലും മതിയാവില്ല. പിന്നെ ഓരോ എന്തെല്ലാം കിറ്റെല്ലാം റിട്ടേൺ വരുമ്പോൾ തന്നിട്ടുണ്ടായിന്, ക്ലേ തന്നിട്ടുണ്ടായിന്, അങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെല്ലാം കിറ്റ്. പിന്നെ അവൾ എന്തെല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലേക്ക്. അങ്ങനെ നല്ലൊരു ദിവസം അവിടെ സ്പെൻഡ് ആക്കിയിട്ടുണ്ടായിന്. അപ്പം നിങ്ങൾ ദോഹ മോൾ വിസിറ്റ് ആക്കിയിട്ടെങ്കിൽ 1 ടൈം പോകുന്നത് നല്ലത്. അപ്പം ഇങ്ങനത്തെ ആക്ടിവിറ്റീസെല്ലാം ഉള്ളത് ഏത് ഡേ എന്നൊന്ന് ഇൻസ്റ്റാ പേജ് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് പോയെങ്കിൽ അത്രയും നല്ല പോലെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബ്യൂട്ടിഫുൾ മാളാണ്. അപ്പം ഇനോ അവിടെ കുറേ എന്തെല്ലോ ഓപ്പൺ ആവാനുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.